ഇന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഗേൾസ് ട്രിപ്പാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ 6:30 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. 6:45 ഞങ്ങൾ ട്രെയിന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന് പിന്നെ വ്ളോഗിൽ വരുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അവരെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും എഗ് കറിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ തുറന്നപ്പോൾ വെജിറ്റബിൾ കറി ആയിരുന്നു ഗൈസ്. എനിക്ക് സങ്കടമായി, ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈറ്റായിട്ട് മഴയൊക്കെ പെയ്തപ്പോൾ നമുക്ക് സന്തോഷമായി. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് 3:45 എത്തി. അത്രയും നേരത്തെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അച്ചുവിനെ മീറ്റ് ചെയ്തത്. അച്ചു ഡയറക്റ്റ് എറണാകുളം ടു ട്രിവാൻഡ്രത്തേക്ക് വരിക ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു, റെസ്റ്റ് റൂമിലിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാട്ടി. ലൈക്ക് ഞങ്ങളവിടെ കുറേ ഫുൾ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ മുക്കിലും മൂലയിലൊക്കെ പോയിക്കാണ്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ഒരു 6:30 ആയപ്പോഴാണ്, രാവിലെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ വരുന്ന അഗസ്റ്റിയ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. അവിടെ നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. ഫുഡ് മാത്രമല്ല, ഒരുപാട് ഓർഗാനിക് പ്രൊഡക്ട്സ് അവർ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മോനൊന്നും പറയണ്ട, അവിടുത്തെ ഫുഡ് അടിപൊളി. എല്ലാവരും അവിടെ പോകണം, നമ്മൾ സജസ്റ്റ് ചെയ്യും. നല്ല ദോശയായിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടത് കുതിരമാളിക പാലസിലോട്ടാണ്. നമ്മൾ നടന്നിട്ടാണ് പോയത്. ലൊക്കേഷൻ നോക്കിയിട്ട് പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള ബസ്സസ്സാണ് കണ്ടത്. എനിക്ക് ഇതേമാരത്തെ ബസ് തന്നെ നമ്മളെ കാലിക്കറ്റും വേണമെന്നുണ്ട്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ പുത്തരിക്കണ്ടം മൈതാനം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഓടിപ്പോയി നോക്കി ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? അപ്പം സങ്കടമൊന്നും പെടേണ്ട, അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ വന്ന് കാണാം. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇനി അടുത്തത് മഴ ഒരു സീനാവും വിചാരിച്ചിട്ട് ഈ ഒരു ട്രിപ്പ് തന്നെ മുടങ്ങി പോകേണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്തു. ആദ്യമായിട്ടൊരു ട്രിപ്പ് എന്തായാലും പോകണം, ഒരു രക്ഷയില്ല, നിർബന്ധം. അങ്ങനെ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തതിൽ ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്. കാരണം നമ്മൾ ആ ഒരു ഡെസിഷൻ മേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും മൊമെൻറ്റ്സ് മിസ്സാവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദൂരെ നിന്ന് കണ്ടു, എന്നിട്ട് നേരെ പാലസിലോട്ട് പോയി. പാലസിലാണെങ്കിൽ 500 റുപ്യ എന്തോ വേണം തോന്നുന്നു ഫോണൊക്കെ എടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും അവിടുത്തെ ഉള്ളിലത്തതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് നിങ്ങളവിടെ പോയിട്ട് തന്നെ കാണാം. ഓക്കെ, നൈസാണ്. നമുക്ക് ഫുൾ ഗൂസ് ബംസ് അടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി സ്ഥലമാണ്. ഐ വിൽ സജസ്റ്റ്, നിങ്ങൾ എന്തായാലും TVM പോകുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡ് പറയുമ്പോൾ TVM എത്തിയിട്ട് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബോളിയും പാലടയും കഴിച്ചില്ലെങ്കിൽ നമുക്കല്ലേ മോശം. അപ്പോൾ നമ്മൾ നേരെ പോയത് മഹാബോളിയിലേക്കാണ്. അവിടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ നിയർ ആയിട്ട് തന്നെയാണ് കേട്ടോ, നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നതെന്നുള്ള ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നല്ല സ്വീറ്റ്സൊക്കെ കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് അവരുടെ മഹാ ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ നല്ല ചിപ്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ TVM പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റിയൊരു നല്ല സ്പോട്ട് തന്നെയാണ്. പാൽപ്പായസം മാത്രമല്ല, ഹൽവ, പാലട, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ബോളിയും പാലടയും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഡൗൺ ടൗൺ ഹോളിഡേയ്സ്. ഇതൊരു പുതിയ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത്. അവിടുത്തെ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. അങ്ങനെ നമ്മളെ റൂമിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ റൂമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോരുന്നതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. കാരണം ഞങ്ങൾ ലൈക്ക് ഒരു ഫാമിലി പോലെ ഭയങ്കര എൻജോയ് ചെയ്ത് കുറേ കളികളും ചിരികളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റായിരുന്നു ഗൈസ്. റിയലി മിസ് ദ പ്ലേസ് ആൻഡ് I love this day. നമ്മളിത് ട്രൈ ചെയ്തു. ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ തോന്നിയില്ല, കാരണം ഇതിനെക്കാട്ടിലും അടിപൊളി പാലട പായസം നമ്മൾ കോഴിക്കോട് കിട്ടും. പക്ഷേ ബോളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോളി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ബോളിയും നമ്മളെ കോഴിക്കോടത്തെ പാലട പായസവും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ സൂ വിസിറ്റ് ചെയ്യാനാണ് പോയത്. അവിടെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ്, നീ അവിടെ അധികം നേരം നിൽക്കണ്ട, നിന്നെ അവിടെ പിടിച്ചിരുന്നു. അവൻ പറഞ്ഞ സത്യമാണ് ഗൈസ്. കാരണം അവിടെ ഒന്നുമില്ല കാണാൻ. ഇത്രയും ബ്യൂട്ടിഫുള്ളായി ഞാനെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണാനെന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അത് ഞാൻ തമാശക്ക് പറഞ്ഞല്ല കേട്ടോ. കാരണം അവിടെ കുറേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് കൂട്ടിലുള്ള ആൾക്കാരെ കാണാനില്ല. നിങ്ങളെല്ലാവരും അവിടെ പോകണം. ഒരു വാക്കാവും, പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നൈസാണ്. അതൊക്കെ പറഞ്ഞ് നടക്കുക. അല്ലാണ്ട് സംഭവങ്ങളൊക്കെ കുറവാണ് ഗൈസ്. പിന്നെ വന്നപ്പോൾ വേർത്തായി തോന്നിയത് ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് സിംഹത്തിന് കണ്ടപ്പോഴാണ്. അവർ ലവ് സീനായിരുന്നു. എന്താ ചെയ്യുക, വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.
എന്റെ മുന്നിലല്ലേ കടുവ വെക്കുന്നത്, കടുവ എവിടെ ഇതാ ഇവിടെ കടുവല്ലേ കഴിച്ചു. മൂവിയിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായാണ്. ഒന്നാമതില്ല ഈ മാനിനൊന്നും ഇതിൽ കാണാനില്ല. അവിടെ കുറുനരി അവിടെ എന്നിട്ട് വേറെ കുറുനരി എന്റെ പൊന്നെ, ഈ ഹോളി കൂടെ ഞാൻ എങ്ങനെ ഈ വീഡിയോ കാണിക്കുന്നത്? അതിന്റെ ഉള്ളിലുണ്ട്, കാണാൻ പറ്റില്ല എന്നുള്ളൂ. കുറുനരി ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. സ്നേഹല്ല അതന്നെ മനുഷ്യരാളുണ്ട്. ഗൈസ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്രയും ക്ഷീണാണ്. ഗൈസ് ഇവിടെ പൈസ കൊടുക്കുന്നു വണ്ടിയിലൊക്കെ തരും. ഹായ് അശ്വതി എന്ന് പറയുന്ന. അശ്വതിക്ക് എന്താ പറയുന്നത്? കളറ് നോക്കിട്ട് അശ്വതിക്ക് ഇഷ്ടപ്പെട്ടോ മയിലിനെ? നല്ല ഇഷ്ടപ്പെടടി. പക്ഷെ ഗൈസ് ഇത് ഫോണിൽ കാണുന്നില്ല, നിങ്ങൾ നേരിട്ട് വന്നാൽ മതില്ലേ? കാരണം എന്താ അറിയോ, ആ പീകോക്ക് ബ്ലൂ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ബട്ട് ആ ഒരു കറക്റ്റ് കളർ നമ്മളിപ്പോൾ അടുത്തുനിന്ന് കാണുന്നത്. അടിപൊളിയില്ലേ ചേട്ടാ? ഒരു തൂവൽ തരുമോ? അശ്വതിക്ക് തൂവലാണ് അത്ര. ബട്ടർഫ്ലൈ പാർക്ക് ഗൈസ് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബട്ടർഫ്ലൈകളും ഉണ്ടാണ്. ഇവിടെ കൂടുണ്ടായിട്ട് കൂട്ടിലൊക്കെ എല്ലാം ഉള്ള മാതിരി. എന്താ സ്നേഹം അങ്ങനെ പറയുന്നത്? ബട്ടർഫ്ലൈ എവിടെയെന്ന് വെച്ചപ്പോൾ അവർ പറയണേ ഇതാണ്. സത്യമാണ് ഇവിടെയാണ് ബട്ടർഫ്ലൈ ഉള്ളത്, വേറെ ഇവിടെ ഒന്നും ഞാൻ ബട്ടർഫ്ലൈ ആണെന്നില്ല. ഇതവിടെ വേറൊരു ബട്ടർഫ്ലൈ ഉണ്ട്, അച്ചു. സൂവിന് നിയർ ആയിട്ടാണ് നാപ്പിയർ മ്യൂസിയം വരുന്നത്. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. മാത്രമല്ല പുറത്താണെങ്കിൽ ഒരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, പച്ചപ്പൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് പോയിരുന്ന കഥയൊക്കെ പറയാം. പിന്നെ കാണാനാണെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത രഥമൊക്കെ ഞാൻ കണ്ടു, അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയും ചെയ്യാം. അങ്ങനെ അടുത്ത ഫുഡ് ടൈമായി. പ്ലേറ്റഡ് ആണ്, അവിടുത്തെ ഏറ്റവും നല്ല അൽഫാമൊക്കെ കിട്ടുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ഞങ്ങൾ പല ടൈപ്പ് അൽഫാംസാണ് ഓർഡർ ചെയ്തത്, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റായിട്ടും ഇത് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഊബറൊക്കെ വിളിച്ച്, പക്ഷേ ലൊക്കേഷൻ നമ്മളിട്ടപ്പം എന്തൊക്കെയോ മിസ്റ്റേക്ക്, കാരണം നമ്മൾ കണ്ട വഴിയൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് നടക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നടന്നെത്തിയപ്പോഴാണ് മനസ്സിലായി ഗൂഗിൾ ചേട്ടൻ ഞങ്ങൾക്ക് പുതിയൊരു വഴി പറഞ്ഞതെന്നാണ്. ലൈക്ക് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ബാക്ക് സൈഡിലൊക്കെയാണ് എത്തിയത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകേണ്ടവർ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് നൈറ്റ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, ട്രിവാൻഡ്രത്തുള്ള മാനവീയം വീതി. അതിലൂടെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇത് നല്ല വൈബുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. അങ്ങനെ മഴ ഇല്ലാത്തതുകൊണ്ട് കുടയെടുക്കാതെ വന്ന് ഞങ്ങൾക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. പിന്നെ ഇതെന്താണ് ഗോസ്റ്റ് എഫക്റ്റ് ആണോ എനിക്കറിയില്ല, ക്യാമറയിൽ ഇങ്ങനൊരു സംഭവം വന്ന കേസ്. ഞാനിതെന്താണ് ക്യാപ്ചർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി ലൈറ്റിൻ്റെതാണോ വാട്ട് എവർ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് നല്ല ചായയൊക്കെ കുടിച്ച്. പക്ഷേ നമ്മൾ ഷവർമ ഓർഡർ ചെയ്തത് അവർ കൊണ്ടുവരാൻ ഭയങ്കര ലേറ്റായി. അവർ നമ്മളെന്തോ ഇട്ട് കളിപ്പിച്ച പോലെയൊക്കെ നമുക്ക് തോന്നി. നമ്മൾ അവരെ വിളിച്ച് കുറച്ച് റഫൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിൽ അവർ കൊണ്ട് തരുമൊക്കെ ചെയ്ത്. പിന്നെ മഴയൊക്കെ ചെറുതായി കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.